ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16 വർഷമൊക്കെ ഒരു പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സംവിധായകനായാലും നടനായാലും അത് ചില്ലറ കാര്യമല്ല. പറഞ്ഞു വരുന്നത് ആടുജീവിതത്തെക്കുറിച്ചാണ്. ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പം നമുക്കറിയാം, 2008 ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മളിൽ പലരും ആ ഒരു നോവൽ വായിച്ചതാണ്. അന്ന് മുതലേ അത് സിനിമയാകുന്നു എന്ന് നമ്മളൊക്കെ കേട്ടതാണ്. പിന്നീട് ഈ അടുത്ത കാലത്ത് അതിലെ യഥാർത്ഥ കഥാപാത്രമായിട്ടുള്ള അതിലെ കൈപ്പേറിയ ജീവിതം ജീവിച്ച് അനുഭവിച്ച നജീബിക്ക തന്നെ പല ഇൻ്റർവ്യൂകളിലും മറ്റുമായിട്ട് നമ്മളോട് പങ്കുവച്ച ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ കേട്ട് ആ കഥ അറിയാവുന്ന നമ്മളെയാണ് ബ്ലസ്സി തിയേറ്ററിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതിലെ ആ നോവലിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് സിനിമ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും. കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്താലോ അതല്ലെങ്കിൽ ഒരു സിനിമേൻ്റെ കഥ കുറച്ച് ലീക്കായാലോ സിനിമ പൊട്ടി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സിനിമേൻ്റെയും കഥ നമുക്ക് ആദ്യം അറിയാറില്ല. നമ്മൾ സിനിമ കാണുമ്പോഴാണ് കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാറ്. പക്ഷെ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ആ കഥ അറിയുന്ന സിനിമ കാണാനാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കഥ സിനിമ ആക്കിയിട്ടാണ് നമ്മളെ സംവിധായകൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം ചില്ലറയല്ല, അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റൂ. ഇതിൽ സംവിധായകൻ്റെ മികവ് എടുത്തു പറയേണ്ടതാണ്, അതിന് ഒന്നും പറയാനില്ല. അതീവ ഗംഭീരമാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അതിഗംഭീരം, ഒന്നും പറയാനില്ല. നജീബിക്കയുടെ ആ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് വരച്ച് കാട്ടി തന്നിട്ടുണ്ട് അഭിനയത്തിലൂടെ നമ്മളെ കൺമുന്നിൽ പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ അതിഗംഭീരം തന്നെ. അത് ആ പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, കഥ അറിയുന്ന 100% കഥ അറിയുന്ന ആളുകളാണ് ഈ സിനിമ കാണുന്നത്. അവർ വളരെ ക്ഷമയോടുകൂടി അടുത്ത സീൻ എന്താണെന്നുള്ളത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷ പോയി, പക്ഷേ ഇവിടെ ആകാംക്ഷ നിലനിൽക്കുകയാണ്. അത്രയും ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഇമ്പാക്റ്റോട് കൂടിയിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ക്രൂ ആണ്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആയാലും, സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരം. ഒന്നുമല്ലാത്തൊരു മണൽക്കാട്ടിൽ കുറച്ച് ആടുകളും കുറച്ച് ഒട്ടകങ്ങളും അതിന് നടുക്കൊരു മനുഷ്യനെയും അതിന് നേരൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് അത് നല്ലൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, വിഷ്വൽ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അത്രയും ഗംഭീരമായിട്ടാണ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മാറ്റ് കൂട്ടാനായിട്ട് നമ്മുടെ റഹ്മാൻ്റെ മാജിക്കൽ മ്യൂസിക്കും, അതിനെ ഒന്നുകൂടി മാറ്റ് കൂട്ടാനായിട്ട് നമ്മൾ റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് മിക്സിങ്ങും. പിന്നെ ഇപ്പം എന്താ വേണ്ടത്? ഒരു മണൽത്തരി വീഴുന്നത് മുതൽ, ഒരു കാറ്റടിക്കുന്നത് മുതൽ, ഒരു ഷർട്ട് കാറ്റിലിങ്ങനെ ഡ്രസ്സ് ഇളകുന്നത് വരെ അതിൻ്റെ അപാര ഇമ്പാക്റ്റോട് കൂടിയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ വിഷ്വൽ എഫക്ട്സും ഈ ക്യാമറയും ഈ സൗണ്ട് മിക്സിങ്ങും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം, പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയവും ഈ ബ്ലസ്സിൻ്റെ ഡയറക്ഷനും ഒക്കെ പാടെ കൂടി ചേരുമ്പം ഒരു വല്ലാത്ത ഒരു സംഭവമാണ്, വല്ലാത്തൊരു ഫീലാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആരും ടെലഗ്രാമിൽ വരാം. ഹൗസ്ഫുള്ളാണ് പടം. 2.5-2.25 മണിക്കൂർ ജനങ്ങളെ അക്ഷമരാക്കി, ഇങ്ങനെ ഒരക്ഷരം പോലും മിണ്ടാതെ ആൾക്കാർ സൈലൻ്റായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അടുത്ത സീനിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആളുകൾ. അത്രയും ഗംഭീരമാക്കി ചെയ്തൊരു പടം. നിങ്ങൾ ദയവേത് ആരും ടെലഗ്രാമിൽ വരാൻ കാത്തിരിക്കരുത്. ഹൗസ്ഫുള്ളാണ് പടം, എങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും ടെലഗ്രാമിൽ വരാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ആരും കാത്തിരിക്കരുത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അപ്പോഴാണ് റഹ്മാൻ്റെ ഈ മാജിക്കൽ മ്യൂസിക്കും ഈ റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് മിക്സിങ്ങിൻ്റെ ഈ മികവും അതുപോലെ തന്നെ ഈ സിനിമാറ്റോഗ്രാഫിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് മൊബൈലിൽ കണ്ടാൽ കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ടെല്ലാം കാണുക. ഓക്കെ, അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുകളിലേക്ക് ഇനി ആർക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടാണ്, പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ രാജമൗലിൻ്റെ പടം
അല്ലെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ പടം, അല്ലെങ്കിൽ തമിഴിൽ ശങ്കറിൻ്റെ പടമൊക്കെയാണ് നമ്മൾ വർഷങ്ങൾ കാത്തിരുന്ന് കാണാറ്. അടുത്ത പടം വരുന്നത്. ഇത് അതിനേക്കാളേറെയായി 10-16 വർഷമായി ബ്ലസ്സിൻ്റെ ഈ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ അത് മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടും ഉള്ള ആളുകൾ ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ആ ഒരു കാത്തിരിപ്പ്, വർഷങ്ങളായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് 100% നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് മൊത്തത്തിൽ എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.